ഇന്ന് നമ്മൾ കാണുന്നത് ബ്ലാക്ക് മരിയ. എന്താണ് ബ്ലാക്ക് മരിയ? 1893 ചരിത്ര പ്രസിദ്ധമായ ഒരു ചുവടുവയ്പ് ബ്ലാക്ക് മരിയ. തോമസ് എഡിസൺ 1893 ന്യൂജേഴ്സിയിലെ വെസ്റ്റ് ഓറഞ്ചിൽ ലോകത്തിലെ ആദ്യത്തെ ഫിലിം പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആരംഭിച്ചു. എഡിസൺ ലബോറട്ടറിയിൽ എഡിസൺ നടത്തിയ കിനറ്റോസ്കോപ്പ് എന്ന ഉപകരണത്തിന് ഫിലിം സ്ട്രിപ്പ് നിർമ്മിക്കാനുള്ള പരിശ്രമങ്ങളാണ് ബ്ലാക്ക് മരിയ എന്ന സിനിമാറ്റോഗ്രാഫിക് തിയേറ്ററിന്റെ നിർമ്മിതിക്ക് മൂല കാരണമായി തീർന്നത്. ബ്ലാക്ക് മരിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ടാർ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു ഇരുട്ടുമുറിയാണ്. ഇതിന്റെ മേൽക്കുര റിട്രാക്റ്റബിൾ, അതായത് ചുരുക്കാവുന്നതും വിടർത്താവുന്നതുമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു. ആദ്യത്തെ ഷോ കിനറ്റോസ്കോപ്പ് ഷോ ആയിരുന്നു. ഇരുമ്പ് പണിക്കാർ എന്ന് വിചാരിക്കുന്ന 3 പേരെയാണ് ആ ഷോയിൽ ഫിലിമിലൂടെ കാണിച്ചത്. ആദ്യത്തെ മോഷൻ പിക്ചർ ദി എഡിസൺ കിനറ്റോസ്കോപ്പ് റെക്കോർഡ് ഓഫ് എ സ്നീസ് ആണ് ബ്ലാക്ക് മരിയയിലെ ആദ്യത്തെ സീരീസ് ഹ്രസ്വചിത്രങ്ങൾ. ആദ്യഘട്ടങ്ങളിൽ മാജിക് ഷോയുടെ ഭാഗങ്ങൾ, നാടകങ്ങൾ, ബോക്സിംഗ് മാച്ചുകൾ, കോഴിത്തല്ലുകൾ എന്നിവയായിരുന്നു ബ്ലാക്ക് മരിയയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. സിനിമ അതിൻ്റെ കൊമേഴ്ഷ്യൽ തലത്തിലേക്ക് 1894 ഏപ്രിൽ 14 മുതൽ ഇതിൽ സാമ്പത്തിക വരുമാനത്തിന്റെ സാധ്യതകൾ കണ്ടു തുടങ്ങി. ഹോളണ്ട് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ആൻഡ്രൂ എം ഹോളണ്ടും ജോർജ് സി ഹോളണ്ടും ന്യൂയോർക്ക് സിറ്റിയിൽ കിനറ്റോസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യത്തെ പെയ്ഡ് ഷോ നടത്തി. 2 നിരയിലായി നിരത്തിവെച്ച് 5 കിനറ്റോസ്കോപ്പിലൂടെയാണ് പ്രേക്ഷകർ ചിത്രങ്ങൾ മാറി മാറി കണ്ടിരുന്നത്. 500 ആളുകളാണ് ആദ്യം നടത്തിയ ഷോയ്ക്ക് എത്തിച്ചേർന്നത്. ആളൊന്നിന് $8 എന്ന നിരക്കിൽ ഹോളണ്ട് ബ്രദേഴ്സ് പൈസ ഈടാക്കുകയും ചെയ്തു. ആദ്യത്തെ ചിത്രം ഒരു ബാർബർ ഷോപ്പായിരുന്നു. രണ്ടാമത്തെ ചിത്രം ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. മൂന്നാമത്തേത് കോക്ക് ഫൈറ്റ്. നാലാമത്തേത് ഒരു ബോക്സിംഗ് മാച്ചായിരുന്നു. അഞ്ചാമത്തേത് ഒരു ട്രാപ്പേസി. ഈ തിയേറ്ററിന് ആവശ്യമായ ഫിലിമുകൾ ഉണ്ടാക്കിയിരുന്നത് എഡിസൺസ് ലബോറട്ടറിയിലായിരുന്നു. 1893 ആരംഭിച്ച ഈ സംരംഭം സിനിമയുടെ യാത്ര ദ്രുതഗതിയിലാക്കി. 1894 മുതൽ പല ഭാഗങ്ങളിലും സിനിമയുടെ സാമ്പത്തിക സാധ്യത പലരെയും ഇതിലേക്ക് ആകർഷിച്ചു തുടങ്ങി. സാൻ ഫ്രാൻസിസ്കോ, ചിക്കാഗോ, അറ്റ്ലാന്റിക് സിറ്റി എന്നിവിടങ്ങളിൽ കിനറ്റോസ്കോപ്പ് പാർലറുകൾ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷേ ഏറെ പ്രധാനപ്പെട്ട സംഭവം നടന്നത് 1901 കിനറ്റോസ്കോപ്പ് പാർലറുകളുടെ ഒരു വലിയ പരിമിതി എന്നത് അനേകം പേർക്ക് ഒന്നിച്ച് കാണാനുള്ള ഒരു പരിമിതിയായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് ആദ്യത്തെ പബ്ലിക് ഫിലിം ഓബെർലിനിൽ പ്രദർശിപ്പിച്ചു. കിനറ്റോസ്കോപ്പിൽ നിന്ന് ലോകം സ്ക്രീനിലേക്ക്. 1901 എഡിസൺ ബ്ലാക്ക് മരിയ സ്റ്റുഡിയോ അടച്ചു. എന്നിട്ട് ന്യൂയോർക്കിൽ ഒരു ഗ്ലാസ് എൻക്ലോസ്ഡ് റൂഫോട് കൂടിയ മൂവി സ്റ്റുഡിയോ നിർമ്മിച്ചു. 1903 എഡിസൺ ബ്ലാക്ക് മരിയ ബിൽഡിംഗ് തകർത്തെങ്കിലും സിനിമയുടെ ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലായ ബ്ലാക്ക് മരിയയെ വീണ്ടും US നാഷണൽ പാർക്ക് സർവീസ് പുനഃസ്ഥാപിച്ചു. എഡിസൺ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റ് എന്ന് അതിന് പേര് നൽകുകയും ചെയ്തു. എഡിസൺ ദ മാൻ എന്ന പേരിൽ ഒരു സിനിമയും MGM പിന്നീട് നിർമ്മിക്കുകയുണ്ടായി. ബ്ലാക്ക് മരിയ ഇരുട്ട് നിറഞ്ഞ ഒരു ഇടുങ്ങിയ കെട്ടിടമായിരുന്നു. അന്നത്തെ പോലീസ് വാനുകളെ അനുസ്മരിപ്പിക്കുന്ന പേരാണ് എഡിസൺ ഇതിന് നൽകിയത്. പോലീസ് ബ്ലാക്ക് മരിയ എന്നത് ഇരുട്ട് നിറഞ്ഞ സ്റ്റഫിയായ ഒരു വാൻ ആയിരുന്നു. എഡിസൺ തന്നെ ബ്ലാക്ക് മരിയയെ ഡോഗ് ഹൗസ് എന്നും വിളിച്ചിരുന്നു.